ഹായ് ഓൾ. ഇനി നമ്മൾ കുറച്ച് ബയോളജിക്കൽ ടേംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇൻട്രൊഡക്ഷൻ ടു ബയോ ഇൻഫോർമാറ്റിക്സ് ഡിസ്കസ് ചെയ്തു, പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സും കമ്പ്യൂട്ടേഷണൽ ബയോളജിയും കമ്പയർ ചെയ്തു, പിന്നെ കമ്പ്യൂട്ടേഷണൽ ബയോളജിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു, ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ബയോളജിക്കൽ ടേംസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിക്കുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ബയോളജിക്കൽ ടേംസിനെ കുറിച്ച്, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബയോളജിക്കൽ കൺസെപ്റ്റുകളെ കുറിച്ച് ഒരു ഐഡിയ വേണം, എന്നാൽ മാത്രം നമുക്ക് ആ സ്റ്റഡി മുന്നോട്ട് പോകുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ കുറേ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെല്ല്, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്, DNA, RNA, അമിനോ ആസിഡ്, പ്രോട്ടീൻസ് എക്സെട്ര, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽസും പ്രോകാരിയോട്സും യൂകാരിയോട്സും. സോ ഇവിടെ നമ്മൾ പ്രോകാരിയോട്സും യൂകാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്, സിമിലാരിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. നോക്കാം. സെൽസ് ആർ ദ മോസ്റ്റ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമുക്കറിയാം, നമ്മളുടെ ഒരു ബോഡി, ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസാണ്. എല്ലാ ഓർഗാനിസംസും സെൽസ് യൂസ് ചെയ്തിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സെൽസിലൂടെയാണ് അത് ഫോം ചെയ്യുന്നത്. ഓരോ ഹ്യൂമൻ ബോഡി മാത്രമല്ല, പ്ലാന്റ്സ് ആവട്ടെ, എന്ത് ഓർഗാനിസംസ് ആവട്ടെ. ദ സെൽ തിയറി എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് വൺസ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സെല്ല് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് പുതിയ സെല്ലുകൾ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി കേസുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു അമ്മക്ക് എന്തെങ്കിലും സെൽ ഡാമേജോ എന്തെങ്കിലും ഓർഗനിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിലുള്ള കുട്ടി ഹെൽത്തി ആണെങ്കിൽ ആ ഒരു എക്സിസ്റ്റിംഗ് വണ്ണിൽ തന്നെ എന്തുണ്ടാവും, ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലിനെയും ഓർഗനിനെയൊക്കെ റിക്കവർ ചെയ്യാൻ കഴിയും, ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ പലപ്പോഴും ഈ മെഡിക്കൽ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ അതിനകത്തൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ സെൽസിനുണ്ട്. അപ്പോൾ ഒരിക്കലും ഡാമേജ് ആയി എന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നമല്ല, പിന്നെയും അതിന് ഫോം ചെയ്യാൻ കഴിയും. ദ ഡിസ്കവറി ഓഫ് മൈക്രോസ്കോപ്പ് ഹെൽപ്ഡ് ഇൻ റിവീലിംഗ് ദ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഓഫ് ദ സെൽസ്. നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഈ സെൽസിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡിയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ സെൽസ് എടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സും എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സും ഒക്കെ പഠിക്കാൻ മൈക്രോസ്കോപ്പ് ഉപകാരപ്രദമാണ്. ദീസ് ഡീറ്റെയിൽസ് ഹെൽപ്ഡ് ഇൻ ഫിസിക്കോ കെമിക്കൽ സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിവിങ് ഓർഗാനിസം. സോ ഇത്തരം ഡീറ്റെയിൽസ് പഠിച്ചതിലൂടെയാണ് നമ്മളുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, കെമിക്കൽ സ്റ്റഡിയൊക്കെ നടത്താൻ പറ്റിയത്. ദ സ്റ്റഡി ഓഫ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ സെൽ എക്സ്പ്ലെയിൻ ദ മെക്കാനിസംസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഡിഫറെൻറ്റ് സെൽസ്. നമ്മളിങ്ങനെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സും അതേപോലെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റഡിയൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓരോ സെല്ലിൻ്റെയും ഫങ്ഷനിങ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനും അതിലൂടെ പുതിയ പ്രോസസ്സിങ്ങും അനലൈസൊക്കെ നടത്താനും പറ്റിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്സ് സെൽസ് നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട്. ഒന്ന് പ്രോകാരിയോട്സ് ആണ്, പിന്നെ ഒന്ന് യൂകാരിയോട്സ് ആണ്. സോ ആദ്യം നമുക്ക് പ്രോകാരിയോട്സ് എന്താണെന്ന് നോക്കാം. പ്രോകാരിയോട്സ് ആർ ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സെല്ലാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ അപ്പിയർഡ് അബൌട്ട് 4 ബില്യൺ ഇയേഴ്സ് എഗോ. ഏകദേശം 4 ബില്യൺ ഇയേഴ്സ് മുന്നേ നമ്മളുടെ ഈ പ്രോകാരിയോട്സിൻ്റെ പ്രസൻസ് നമ്മളുടെ ലോകത്തുണ്ടായിട്ടുണ്ട്. പ്രോകാരിയോട്സ് ആർ ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. പ്രോകാരിയോട്സിലാണ് ആ സെല്ലുള്ള ഓർഗാനിസംസ് ആണ് നമ്മളുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. യൂകാരിയോട്സ് ഉള്ളതിനേക്കാൾ പ്രോകാരിയോട്സ് ഉള്ള ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. പ്രോകാരിയോട്സ് യൂണിസെല്ലുലർ ഓർഗാനിസംസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഓൾ എൻവിറോൺമെൻറ്റ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ അത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, മാത്രമല്ല അത് എല്ലാ എൻവിറോൺമെൻറ്റിലും ഫൗണ്ട് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, അങ്ങനത്തെയൊക്കെയാണ് ഈ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുന്നത്, അവയൊക്കെ അത്രയും ഗ്രൂപ്പായിട്ട് നമ്മളുടെ എൻവിറോൺമെൻറ്റിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. പ്രോകാരിയോട്സ് ഡു നോട്ട് ഹാവ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ദേ ആർ സർക്കുലർ ഷേപ്ഡ് ജനറ്റിക് മെറ്റീരിയൽ ഡിസ്പേഴ്സ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. അതായത് ഇതിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, മാത്രമല്ല അതൊരു സർക്കുലർ ഷേപ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, സൈറ്റോപ്ലാസത്തിലാണ് അത് എക്സിസ്റ്റ് ആവുന്നത്. പ്രോകാരിയോട്സ് ഡു നോട്ട് ഹാവ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിൽ. അതേപോലെ തന്നെ പ്രോകാരിയോട്സിന് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനലേഴ്സ് ഇല്ല. പിന്നെ പ്രോകാരിയോട്സ് ഹാവ് സിമ്പിൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ. പ്രോകാരിയോട്സിന് സിമ്പിൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണുള്ളത്. പ്രോകാരിയോട്സ് ആർ സ്മാളർ ഇൻ സൈസ് വെൻ കമ്പയർ ടു യൂകാരിയോട്സ്. യൂകാരിയോട്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രോകാരിയോട്സിന് സ്മോളർ സൈസ് ആണുള്ളത്. ഇതാണ് ജസ്റ്റ് പ്രോകാരിയോട്സിന് പല ടൈപ്പ് ഷേപ്പിലുള്ള പ്രോകാരിയോട്സ്. ഒന്നെന്താണ്, സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്, പിന്നെ റോഡ് ഷേപ്പ് ഉണ്ട്, പിന്നെ ഹെലിക്കൽ അതായത് സ്പൈറൽ ഷേപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല ഷേപ്പിലുള്ള പ്രോകാരിയോട്സും ഉണ്ട്.
ഇനി യൂക്കാരിയോട്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസ് അപ്പിയർഡ് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ ഇയേഴ്സ് അഗോ. മറ്റേത് 4 ബില്യൺ ആയിരുന്നു. ഇത് ഏകദേശം 1 ബില്യൺ ഇയർ മുന്നാണ് നമ്മുടെ യൂക്കാരിയോട്ടിക്സ് അപ്പിയർഡ് ആയത്. യൂക്കാരിയോട്സ് ആർ ജനറലി മോർ അഡ്വാൻസ്ഡ് ദാൻ ദ പ്രോകാരിയോട്സ്. ഈ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്സിനേക്കാൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ സറൗണ്ട് ലീനിയർ ജനറ്റിക് മെറ്റീരിയൽ. ഇതിനെ DNA സറൗണ്ട് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിന് എക്സിസ്റ്റൻസ് ഉള്ളതാണ് നമ്മുടെ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. അൺലൈക്ക് പ്രോകാരിയോട്സ്, യൂക്കാരിയോട്സ് ഹാവ് സെവറൽ ഡിഫറെൻറ്റ് പാർട്സ്. പ്രോകാരിയോട്സ് മാത്രം പോലെയല്ല, യൂക്കാരിയോട്സിന് ഒരുപാട് പാർട്സ് ഉണ്ട്. പ്രോകാരിയോട്സ് ഓർഗനലേസ് ഹാവ് കവറിങ് നോൺ ആസ് മെംബ്രെയിൻസ്. യൂക്കാരിയോട്സ് അവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് തിരിക്കോണേ. യൂക്കാരിയോട്സ് ഓർഗനിലേക്ക് അതിന് കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. യൂക്കാരിയോട്സ് ഹാവ് എ കോംപ്ലക്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. നമ്മുടെ പ്രോകാരിയോട്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യൂക്കാരിയോട്സിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻറ്റേർണൽ, അതായത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഉള്ളത്. യൂക്കാരിയോട്സ് ആർ ലാർജർ ദാൻ ദ പ്രോകാരിയോട്സ് ഇൻ സൈസ്. അതേപോലെ സൈസ് നോക്കുമ്പോൾ യൂക്കാരിയോട്സ് ആണ് പ്രോകാരിയോട്സിനേക്കാൾ ലാർജർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോകാരിയോട്സും യൂക്കാരിയോട്സും. ഓർഗനലീസ് ലാക്ക് എ മെംബ്രെയിൻ. ഇതിനകത്ത് ഓർഗനലീസിക്ക് മെംബ്രെയിൻ ഇല്ല. അതുപോലെ യൂക്കാരിയോട്സ് ആകുമ്പോഴേ ഓർഗനലിലെ മെംബ്രെയിനിലൂടെ കവേർഡാണ്. അതായത് ഒരു മെംബ്രെയിൻ വെച്ച് കവേർഡ് ആയിരിക്കും ഇതിനകത്തുള്ള ഓർഗനലെ എന്ന് പറയുന്നത്. ഓർഗനലെ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് കേട്ടോ. പിന്നെ റൈബോസോം ആർ ദ ഓൺലി ഓർഗനലേസ്. അതായത് പ്രോകാരിയോട്സിനകത്ത് ആകെ റൈബോസോംസ് മാത്രമേ ഓർഗനലായിട്ടുള്ളൂ. നമ്മുടെ യൂക്കാരിയോട്സിലാണെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗനലേസ് ഇൻക്ലൂഡിങ് റൈബോസോംസ്. നമ്മുടെ യൂക്കാരിയോട്സിനകത്ത് മൾട്ടിപ്പിൾ ഓർഗനലേസ് ഉണ്ട്, മാത്രമല്ല റൈബോസോംസും അതിനകത്തുണ്ട്. പിന്നെ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്ലോട്ട്സ് ഇൻ ദ ക്രിപ്റ്റോപ്ലാസം, DNA ആൻഡ് RNA. ഇതിനകത്ത് എന്താണ് ജനറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള DNAയും RNA ഒക്കെ സൈറ്റോപ്ലാസത്തിലാണുള്ളത്. പിന്നെ നമ്മുടെ യൂക്കാരിയോട്സ് ആകുമ്പോഴോ മെംബ്രെയിൻ കവേർഡ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ യൂക്കാരിയോട്സിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ കവേർഡ് ആയിരിക്കും. ഓക്കെ. പിന്നെയുള്ള എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ DNA ആണ്. നമ്മുടെ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ DNA ആണ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആണ്. ഇതൊക്കെ നിങ്ങളിങ്ങനെ ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ യൂണിസെല്ലുലാർ ആണ്. യൂക്കാരിയോട്സ് പറഞ്ഞാൽ മേ ബി മൾട്ടി സെല്ലുലർ ഓർ യൂണിസെല്ലുലർ രണ്ടും പോസിബിളാണ്. പിന്നെ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ആർ സ്മാളർ ഇൻ സൈസ്. പ്രോകാരിയോട്സ് സെൽസ് സ്മാളർ ആയിരിക്കും സൈസിൽ. സെൽസ് ആർ ലാർജർ ഇൻ സൈസ് ആണ് യൂക്കാരിയോട്സ്. പിന്നെ ഹാസ് ലാർജർ നമ്പർ ഓഫ് ഓർഗാനിസംസ്. പ്രോകാരിയോട്സ് എന്താണ് ലാർജർ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അതായത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനകത്ത് പ്രോകാരിയോട്സ് ഉണ്ട്. പിന്നെ യൂക്കാരിയോട്സ് ആകുമ്പോഴോ ഹാസ് സ്മാളർ നമ്പർ ഓഫ് ഓർഗാനിസം. കമ്പയറിംഗ് ടു പ്രോകാരിയോട്സ് സ്മാളർ നമ്പർ ഓഫ് ഓർഗാനിസത്തിലാണ് യൂക്കാരിയോട്സ് ഉള്ളത്. കമ്പാരിസൺ വെച്ച് പറയാം കേട്ടോ. പിന്നെ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ 4 ബില്യൺ വർഷങ്ങൾ മുൻപേ അപ്പിയർഡാണ്. യൂക്കാരിയോട്സ് ആകുമ്പോൾ 1 ബില്യൺ ഇയർ മുന്നാണ് അപ്പിയർഡ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെയും പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെയും ജസ്റ്റ് ഒരു ഫിഗേഴ്സ്. ഇത് വരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഈ ഡിഫറൻസും സിമിലാരിറ്റീസൊക്കെ ഒന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് ഉള്ളത്? ബോത്ത് ടൈപ്പ് ഓഫ് സെൽസ് ഹാവ് സെൽ മെംബ്രെയിൻസ്, ഔട്ടർ കവറിങ് ഓഫ് ദ സെൽ. രണ്ടിനും ഔട്ടർ കവറിങ് ഉണ്ട്. ബോത്ത് ടൈപ്സ് ഓഫ് സെൽസ് ഹാവ് റൈബോസോംസ്. രണ്ടിലും റൈബോസോംസും ഉണ്ട്. ബോത്ത് ടൈപ്പ് ഓഫ് സെൽസ് ഹാവ് DNA. രണ്ടിലും DNA ഉണ്ട്. പക്ഷേ അതൊക്കെ രണ്ട് രീതിയിലാണ് കവേർഡ് ചെയ്തിട്ടുള്ളതും കൺകവേർഡ് ആയിട്ടുള്ള രീതിയിലുമൊക്കെയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രം. ബോത്ത് ടൈപ്സ് ഓഫ് സെൽസ് ഹാവ് എ ലിക്വിഡ് എൻവിറോൺമെൻറ്റ് നോൺ ആസ് ദ സൈറ്റോപ്ലാസം. രണ്ടിലും ലിക്വിഡ് എൻവിറോൺമെൻറ്റ് ഉണ്ട്, അതായത് സൈറ്റോപ്ലാസം ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോകാരിയോട്സിനെ കുറിച്ചും യൂക്കാരിയോട്സിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി DNA RNA ഒക്കെ ഞാൻ പറഞ്ഞ പ്രോട്ടീൻസൊക്കെ പഠിക്കേണ്ടത് വേറെ വീഡിയോസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എക്സാമിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് സെൽസും പ്രോകാരിയോട്സും യൂക്കാരിയോട്സും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോകാരിയോട്സും യൂക്കാരിയോട്സിനെ കുറിച്ചൊക്കെ എത്ര മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. ഈ ഫിഗർ വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസ്, സിമിലാരിറ്റീസ് എന്നൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ താങ്ക് യു. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതി വെക്കുക. നോട്ട്സൊന്നും വെറുതെ പെൻഡിങ്ങിൽ ഇടണ്ട. പറ്റുകയാണെങ്കിൽ ഇപ്പോഴേ ഇനി ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. പക്ഷേ നമുക്കിത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു എക്സാം ഉണ്ടായിരിക്കും. അധികം കോംപ്ലിക്കേറ്റഡോ ബുദ്ധിമുട്ടൊന്നും ആവത്തില്ല നിങ്ങൾക്ക്. കാരണം നമുക്കറിയാം നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് വർക്കുകളും ക്ലാസ്സുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ആഡ് ഓൺ കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്കൊരു ബേർഡനായിട്ടൊന്നും മാറത്തില്ല. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെൽസ് എന്താണെന്ന് പഠിക്കുക, നമ്മുടെ പ്രോകാരിയോട്സ് എന്താണെന്ന് പഠിക്കുക, യൂക്കാരിയോട്സ് എന്താണെന്ന് പഠിക്കുക, പിന്നെ അതിൻ്റെ ഡിഫറൻസുകൾ പഠിക്കുക, സിമിലാരിറ്റീസ് പഠിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ എടുത്ത ഏരിയന്ന് ഒക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതി എടുത്തോളൂ കേട്ടോ. ഓക്കെ താങ്ക് യു.